ഹായ് ഫ്രണ്ട്സ്, ബോധി ടെക് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പവർഫുൾ ആയിട്ടുള്ള ഒരു എയർ ഗണ്ണ് വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. സോ ഇതാണ് നമ്മുടെ എയർ ഗണ്ണ്. ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുമായിരിക്കും. നമ്മൾ ബോട്ടിലേക്കും അതുപോലെ തന്നെ മുട്ട ഇതിലൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുന്നത്. അതിനേക്കാളൊക്കെ വളരെ അധികമായിരുന്നു ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇത് സ്ട്രിക്ട്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുട്ടികൾ ആരും ഇത് അനുകരിക്കരുത്. അഥവാ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി നോക്കണം ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയോ സാമീപ്യത്തിലും അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു 2.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് വേണ്ടത്. അതൊരു 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു സ്റ്റോപ്പറാണ്, അത് വൺ സൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ. പിന്നെ ഒരു ചെറിയൊരു റെഡ്യൂസർ. ഈ റെഡ്യൂസർ നമുക്ക് 3/4 ഇഞ്ചിലേക്ക് ചെയ്യുന്നത് നമ്മുടെ ബുഷ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു ബുഷും കൂടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു ടീ ജോയിൻറ്റ്, അതും 3/4 ഇഞ്ച് തന്നെ. പിന്നെ ഒരു ബോൾ വാൽവ്. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2 45. ഈ 45 നമുക്ക് ഒരു ആംഗിളിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സ്റ്റോപ്പറും. അതിന് സാധാരണ ഒരു പഴയ വാൽ ട്യൂബ്. പിന്നെ നമ്മുടെ ബെയറിംഗ് ബോളില്ലേ സൈക്കിളിൻ്റെയൊക്കെ, അത് കടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പൈപ്പ്, സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഏതായാലും മതി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അലുമിനിയത്തിൻ്റെയാണ്. സാധാരണ അലുമിനിയം ഫാബ്രിക്കേഷൻ സ്റ്റോറുകളിലൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു പൈപ്പാണ്. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് ഈ റെഡ്യൂസറിൽ ഒരു ചെറിയ ഹോൾ ഇടണം നമ്മുടെ ഈ വാൽ ട്യൂബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സോൾഡറിങ് അയനാണ് ഉപയോഗിക്കുന്നത്. ഹോൾ വലുതാവരുത്, കറക്റ്റ് വാൽ ട്യൂബിൻ്റെ സൈസ് മാത്രമേ വരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ എയർ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഉള്ളിൽ നിന്ന് നമ്മൾ ആ വാൽ ട്യൂബ് കണക്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 10 സെൻറ്റിമീറ്ററിൽ 2 3/4 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്യുക, 2 45, പിന്നെ 4 സെൻറ്റിമീറ്ററിൽ 2 പീസ്, പിന്നെ 15 സെൻറ്റിമീറ്ററിൽ ഒരു പീസ്. ഇത് നമുക്ക് എല്ലാതും സ്റ്റാർ ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ 10 സെൻറ്റിമീറ്ററിൽ നമ്മളെടുത്തത് ബുഷിനോട് കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ആ 45 നമുക്ക് ഈ കണക്ട് ചെയ്ത് 10 സെൻറ്റിമീറ്ററുള്ള 3/4 ഇഞ്ച് പൈപ്പിനോട് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 2 45 കറക്റ്റ് ആംഗിൾ നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ആദ്യത്തെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. രണ്ടാമത്തത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ആംഗിൾ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തോക്കിൻ്റെ പിടിഭാഗം ചെരിവ് വരും. അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് ആംഗിൾ നോക്കണം എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. രണ്ടാമത്തെ ഭാഗം നമ്മളെടുത്തു. അതിന് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റാർ ബോണ്ട് വെച്ച് ഒട്ടിക്കണം. സ്റ്റാർ ബോണ്ട് ആയ കാരണം പെട്ടെന്ന് ഒട്ടിക്കോളും. ഇത് വേണ്ട, ഇങ്ങനെ കറക്റ്റ് ഈ ഒരു ആംഗിളിൽ വേണം ചെയ്തെടുക്കാൻ. ഇവിടെ എയർ ലീക്കേജ് വരാൻ തീരെ പാടില്ല. അത് കഴിഞ്ഞ് ഇതിനോട് നമുക്ക് ആ ചെറിയ പീസും കൂടി കണക്ട് ചെയ്തെടുക്കാം. 4 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 ഭാഗത്തും സ്റ്റാർ ബോണ്ട് തേച്ചതിന് ശേഷം അത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വാൽവാണ് കണക്ട് ചെയ്യേണ്ടത്. വാൽവ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർ ബോണ്ട് കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നമുക്കവിടെ ലീക്ക് വരാൻ പാടില്ല. വാൽവിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാൽവിനെ എപ്പോഴും നമുക്ക് ഓപ്പണിങ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. നേരെ അങ്ങോട്ട് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നടക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഉൾഭാഗത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലോസും ഇത് ഓപ്പണുമാണ്, കണ്ടോ? ഈ രീതിയിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗം കൂടി കണക്ട് ചെയ്തെടുക്കാം. ഈ ഒരു ചെറിയ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ടീ ജോയിൻറ്റ് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ആ ടീ ജോയിൻറ്റ് താഴത്തേക്കുള്ള 15 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ വല്ല തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്തതാണ്. അതിങ്ങനെ കാലിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യരുത്. എന്തിനാ വെച്ചാൽ എയർ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എല്ലാം കൂടി വീഡിയോയിൽ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ടൈം കൂടുതൽ ആവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു സ്റ്റോപ്പറും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമ്മുടെ എയർ ചേമ്പർ വരും, ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ തോക്കിൻ്റെ കുഴലും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത നമ്മുടെ സെക്ഷൻ. ഇത് നമുക്ക് മുന്നിൽ നമ്മൾ RLDite ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ബാക്കിൽ MCയിലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുള്ള കാരണം നമുക്ക് എയർ ലീക്കേജ് തീരെ ഉണ്ടാവില്ല.
ഇനി ഇത് നമുക്ക് നമ്മുടെ ചേമ്പറിനോട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. സ്റ്റാർ ബോണ്ട് കുറച്ച് കൂടുതൽ ചിലവായാലും അവിടെ കുറച്ച് പോലും നമുക്ക് ലീക്കേജ് വരാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റാർ ബോണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോണ്ടൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനോടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് കുറച്ച് അധികം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്ന ഭാഗം ഇതിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ ആ പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം സ്റ്റാർ ബോണ്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ക്യാപ്പ് സ്റ്റോപ്പറും നമ്മൾ അതേപോലെ തന്നെ ഒട്ടിച്ച് വയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചേമ്പർ റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ എയർ അടിക്കുന്ന നമ്മുടെ ഭാഗം ആ പിന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇതേപോലെ തന്നെ. ഇത് നമ്മുടെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ അലുമിനിയം ഫാബ്രിക് സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു പൈപ്പാണ്. ഏകദേശം 1 മീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് ഇങ്ങനെ ചുറ്റിയെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ 3/4 ഇഞ്ച് PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ നമുക്കത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം സെല്ലോ ടേപ്പ് മാത്രം ചുറ്റി നമുക്ക് കുറച്ച് ഇങ്ങനെ ആക്കുന്നത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ അലുമിനിയം ഷീറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പോ ഏതെങ്കിലും ചുറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് നമുക്കത് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എൻഡിലും സെൻറ്ററിലും പിന്നെ 1-2 ഭാഗങ്ങളിൽ നമ്മളൊരു 20 സെൻറ്റിമീറ്റർ ഇടവിട്ട് അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡ് ഉണ്ടായിരിക്കില്ല പൈപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആ ഒരു ബുള്ളറ്റ് പോകുന്ന സമയത്ത് ബെൻഡ് വരാൻ പാടില്ല. പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മളിതിൽ ബുള്ളറ്റായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ ബെയറിംഗ് ബോളാണ്. ഇപ്പോൾ സൈക്കിളിൻ്റെ ഒക്കെ നമ്മുടെ കുട്ടികൾ നമ്മൾ ചെറുപ്പത്തിൽ ബോൾട്ട് മണി എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, സൈക്കിളിൻ്റെ ഒക്കെ ബെയറിംഗ് ബോൾ, അതാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബൈക്കിൻ്റെതാണെങ്കിൽ നമുക്ക് ബൈക്കിൻ്റെ ഉപയോഗിക്കാം. അപ്പോൾ അത് കടക്കുന്ന രീതിയിലുള്ളൊരു പൈപ്പ് നമ്മൾ ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 2 ഭാഗത്തും അലുമിനിയം ഷീറ്റ് വെച്ച് ഫില്ല് ചെയ്തു. ഇതിനുശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് പ്ലയർ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്തിനാ വെച്ചാൽ നമ്മൾ ആ ഇടുന്ന ബോൾട്ട് അവിടെ വന്നിട്ട് ബോൾ അവിടെ വന്ന് തടയാൻ വേണ്ടിയിട്ട്, അവിടെ നിന്നിട്ട് ഒഴുകി പോരാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ മാഗ്നറ്റിൻ്റെ പീസ് നമ്മളവിടെ കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ബുള്ളറ്റ് കൊണ്ട് നമ്മൾ എൻഡിൽ നിന്ന് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് വീണ്ടും താഴേക്ക് വീണ്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നോളൂ. പിന്നെ ചെറിയ ഒരു ഇതുപോലെ PVC പൈപ്പിൻ്റെ ക്യാപ്പ് ഇട്ടതിന് ശേഷം വല്ല കടലാസോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ എന്താണെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് റീഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കാന്തം കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയും നമ്മൾ അവിടെ നിന്ന് ബോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് തടഞ്ഞ് നിൽക്കുകയും ചെയ്യും. ആ ഒരു കാന്തത്തിൻ്റെ പിടുത്തത്തിൽ അവിടെ നിന്നോളൂ. പിന്നെ നമ്മൾ ട്രിഗർ അമർത്തുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഫയറിങ് ലഭിക്കാനും അത് ഒരു സഹായകമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗണ്ണ് എല്ലാം ശരിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അഡീഷണലായിട്ട് ചെറിയ 2 അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. 2 എൻഡിലും ഒരു സ്കോപ്പിൻ്റെ മാതൃകയിൽ ഒരു ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനാ വെച്ചാൽ ഒരു ഭംഗിക്ക് നമുക്ക് ഉന്നം നോക്കി വെടിവെക്കണമല്ലോ. അപ്പം നമ്മുടെ സാധാരണ സൈക്കിളിൽ എയർ അടിക്കുന്ന പമ്പാണ് നമ്മുടെ ഇതിൻ്റെ കംപ്രഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ ഈ ഭാഗത്തായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 8 പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്താൽ മതിയായിരിക്കും. ഇതെടുക്കുകയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ വാൽവ് ക്ലോസ് ആയിരിക്കണം. കറക്റ്റ് ഫുൾ ക്ലോസ് ആയതിനു ശേഷമാണ് നമ്മൾ എയർ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് ബോള് നമ്മുടെ ബുള്ളറ്റ് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പവർ ഒന്ന് നോക്കാം.
എങ്ങനെയുണ്ട് നമ്മുടെ എയർ ഗണ്ണ്? കിടുകില്ലേ? ഇത് ഞാൻ കുറച്ച് നാളായി ഞാൻ ഇതിന്റെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്. ഞാനൊരു ഒരാഴ്ച മുമ്പ് ഇതിന്റെ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ മേടിച്ച് വെച്ചു. പക്ഷെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് അത് സമയ സന്ദർഭമൊക്കെ ഒത്തു വന്നത്. എങ്ങനെയുണ്ട്? ഞാൻ പ്രതീക്ഷിച്ചേക്കാളൊക്കെ എനിക്കൊരു 10-15 മടങ്ങ് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും റിസൾട്ട് എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു റേഞ്ച്, ഒരു 50 മീറ്ററിന്റെ അപ്പുറത്തേക്കൊക്കെ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റി. ഞാൻ തെർമോക്കോളൊക്കെ വെച്ചിട്ട് മറ്റേ വട്ടമൊക്കെ വരച്ച് ഞാൻ അടിച്ചു നോക്കി. സംഭവം ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. സോ കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി ആയിരിക്കും ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടം വരാൻ സാധ്യതയുള്ള ഒരു എക്സ്പെരിമെന്റ് ആയ കാരണമാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ബോധി ടെക് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിലൂടെ പുതുപുത്തൻ ആശയങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ബോധിഷ്.